പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യം വേണ്ട മൂലധനം ആത്മവിശ്വാസമാണെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ഒരു ടീം വർക്കും. ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ വ്യക്തികളും സാഹചര്യങ്ങളും കണ്ടെത്തുക എളുപ്പമാകുമെന്നും ഇവർ പറയുന്നു. എൻ്റെ സിറ്റിയിലോട്ട് വന്നപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തു. അതായത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയെന്നുള്ള സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഈ ഒരു ഐഡിയയിൽ നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വളരെ നല്ലവണ്ണം അക്സെപ്റ്റ് ചെയ്യും, വളരെ വലിയ രീതിയിൽ നമുക്കിതിനെ വളർത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. നിങ്ങൾക്കും ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളൊരു കമ്പനി തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ വേറൊന്നും വിചാരിക്കരുത്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വലിയൊരു വിഷയമല്ല. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ള ഏറ്റവും ബേസിക് ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം തനിയെ നടന്നോളും. മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടൂളാണ്. ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഫേസ്ബുക്ക് അതുപോലുള്ള ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക, കൂടുതൽ ആക്റ്റീവ് ആവുക, ആൾക്കാരുടെ അഡ്വൈസ്, ഹെൽപ്പ് എല്ലാം ചോദിക്കുക. ഈ കേരള സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിനകത്ത്. അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് സ്റ്റാർട്ടപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ ആൾക്കാരെല്ലാം വളരെ ആക്റ്റീവാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട്, എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തുടങ്ങാനുള്ള ഒരു ഐഡിയ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പേടിക്കേണ്ട, ആരും നിങ്ങളുടെ ഐഡിയ ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോവില്ല. എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുക, ആൾക്കാരുടെ ചോദിക്കുക, ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടെ സംസാരിക്കുക, എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഞാൻ എൻ്റെ സിറ്റിയുടെ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞാനും എൻ്റെ സിറ്റിയും ആക്ച്വലി മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായ ന്യൂസാണ്. പോസിറ്റീവ് ഇൻ ദി സെൻസ്, ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയെക്കുറിച്ച് മെയിൻ സ്ട്രീം മീഡിയ ആയാലും ഓൾറെഡി പ്രീസെറ്റായ സോഷ്യൽ മീഡിയ ആയാലും കാണിക്കുന്ന ന്യൂസ് ഇച്ചിരി നെഗറ്റീവാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം സമരത്തിൻ്റെ ആയാലും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും കാണാറ്. പക്ഷേ എന്നാലും ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാത്ത ചെറിയ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ജനങ്ങളിലേക്ക് എത്താത്ത പല പ്രശ്നങ്ങളും ഉണ്ട്. വളരെ ചെറുതായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മെയിൻ മീഡിയ അത് ഹൈലൈറ്റിലോട്ട് കൊണ്ടുവരാത്തത്. അതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാനിപ്പം പല സ്ഥലത്തും ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ കടലാക്രമണമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് വലിയതുറ പോയി ലോക്കൽസുമായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്തു. അവിടെ അവർ നേരിട്ട് അനുഭവിച്ച പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരൊക്കെ ഓരോ ഇവൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. ആക്ച്വലി ചിലത് മീഡിയ കാണിക്കും, ചിലത് അവർ കാണിക്കത്തില്ല. പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ഞങ്ങൾ മാക്സിമം ഇതുപോലുള്ള ചെറിയ ഇനിഷ്യേറ്റീവ്സിന് നൽകാറുണ്ട്. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് ട്രിവാൻഡ്രത്തിന് വേണ്ടിയായാലും, ഇപ്പോൾ കറൻ്റ് ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രിവാൻഡ്രത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായാലും അതെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം പബ്ലിസിറ്റി ആൻഡ് കവറേജ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഇതുവരെ വേറെ ഇവൻറ്റ്സിന് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുവരെ 20 ഇവൻറ്റ്സോളം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നമ്മൾ endcity.comൻ്റെ സെൽഫ് ഹോസ്റ്റഡ് കുറച്ച് ഇവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലസ് വി ആർ ഓൾസോ പ്ലാനിങ് ടു സപ്പോർട്ട് ലോക്കൽ ബിസിനസ്സസ്. ഇപ്പോൾ ഒത്തിരി ഇ-കോമേഴ്സ് പോർട്ടൽസ് വന്നതിന് ശേഷം ലോക്കൽ ചെറുകിട കമ്പനീസിനും പ്രൊമോഷൻ ചെയ്യാനായിട്ട് എൻ്റെ മാർട്ട് എന്നുള്ളൊരു ഫീച്ചർ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ലോക്കൽ സെല്ലേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് endcity.com വഴി സെല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സിറ്റി ഡീൽസ് ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സിറ്റിയിലുള്ള എല്ലാ ലോക്കൽ ഷോപ്സുമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തന്നെ നല്ല ഡീൽസ് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ വെളി രാജ്യങ്ങളിലൊക്കെ നല്ലതുപോലെ അങ്ങനെ ഡീൽസ് കൊണ്ടുവരുന്നതുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത്, കേരളയിൽ പോലും അങ്ങനെ ഒരു സംഭവമില്ല. ഞങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ ഡീൽസ് എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ സിറ്റിയിൽ പ്രധാനമായിട്ട് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ജോബ് സെക്ഷനാണ്.
ജോബ്സ് ഒരുപാട് പേര് നമ്മൾ ഇതിനൊന്നും നമ്മൾ ഇതുവരെ ഒരു പേയ്മെൻറ്റ് മോഡൽ ഇതുവരെ ചെയ്തിട്ടില്ല. സാധാരണ കമ്പനീസ് വന്നിട്ട് ജോബ്സ് അവരുടെ റിക്വയർമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി മിനിമം ഒരു 20-30 എന്നുള്ള റേഞ്ചിൽ ആൾക്കാർ അത് ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു വളരെ ആക്റ്റീവായിട്ടുള്ള ഏറ്റവും ന്യൂസ് സെക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു സെക്ഷനാണ് എൻ്റെ സിറ്റിയിലെ ജോബ്സ് സെക്ഷൻ. എൻ്റെ സിറ്റി തുടങ്ങും മുമ്പ് തന്നെ, സൈറ്റ് ലോഞ്ച് ആവുന്ന മുമ്പ് തന്നെ ഞങ്ങളൊരു അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് അറൗണ്ട് 6,000 ലൈക്സ് ഉണ്ടായിരുന്നു, പ്ലസ് 2,000+ ഇമെയിൽ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറൗണ്ട് 2 lakh വിസിറ്റേഴ്സ് പെർ മന്ത് കിട്ടുന്നുണ്ട്. എൻ്റെ സിറ്റി ഇപ്പോൾ ലോക്കലായിട്ടുള്ള ഈവൻറ്റ്സ് വരെ പാർട്ണറപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുവഴി ഞങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട്. പിന്നെ മൂവീസ് പ്രൊമോഷൻ ആയിരുന്നാൽ പോലും മൂവിയായിട്ട് പാർട്ണറപ്പ് ചെയ്ത് അവരുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറൗണ്ട് 2+ മൂവീസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ മൂവീസും ചെയ്യാൻ വേണ്ടി ഇൻ പ്ലാൻ ഉണ്ട്. എൻ്റെ സിറ്റി ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിലുള്ളതിൽ ഒരു 20% ആയിട്ടുള്ളൂ. ഡേറ്റാബേസ് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അറൗണ്ട് 100+ ഡേറ്റാബേസിൽ എൻട്രീസ് വരുന്നുണ്ട്. ആൾക്കാരും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ കമ്പനീസും ഡോക്ടേഴ്സ് അങ്ങനെയുള്ള പ്രൊഫഷണൽസും ഞങ്ങളിൽ വന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ അവരും അവരുടെ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്, തുടങ്ങിയവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇവരാരും പുറത്തേക്ക് ഇറങ്ങി കണക്ഷൻസ് അതിന് ശ്രമിക്കുന്നില്ല. ഒരുപാട് പേര് എനിക്കറിയാവുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സ് തന്നെ അവർ പുറത്തിറങ്ങി ഇറങ്ങി ഒരു കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതാണ് ശരിക്കും ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വളരെ വൈറ്റലായിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും ഇത് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കുക. അത് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒന്നാമത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ നിലനിൽപ്പ്, ഒരു സ്റ്റാർട്ടിങ്, സാധാരണ പ്രോജക്ട്സ് ഏത് തരത്തിലുള്ള സ്റ്റാർട്ടപ്സും ആയിക്കോട്ടെ, പ്രോജക്ട്സ് കിട്ടുന്നത് തൊട്ട് നമ്മുടെ ഈവൻ ടെക്നിക്കൽ ഹെൽപ്പ് ആയാലും ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് ദെർ ആർ പീപ്പിൾ ഔട്ട് ദെയർ. ബട്ട് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യണം. അതിന് പ്രധാനമായിട്ടും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇത് കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫ്രൈഡേസ്, അങ്ങനെ പറഞ്ഞ് പല ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. എൻ്റെ സിറ്റിയുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ സിറ്റി എന്ന് പറഞ്ഞ വേർഡ് ഓൾ ഓവർ ദി വേൾഡ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മലയാളം കലർന്ന എൻ്റെ എന്നുള്ള വാക്ക് ലോകം മൊത്തവും പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ എൻ്റെ സിറ്റിക്കുണ്ട്. ചെറുതോ വലുതോ ആയിക്കോട്ടെ, വിജയിച്ചതോ പരാജയപ്പെട്ടതോ ആയിക്കോട്ടെ, ഇത്തരം പുതിയ ചിന്തകൾക്കും സംരംഭങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോം ആവാനാണ് ഔട്ട് ഓഫ് ദ ബോക്സിൻ്റെ ശ്രമം. ഇത്തരം കൂട്ടുകാർ നിങ്ങൾക്കിടയിലും ഉണ്ടാകും. അവരുടെ ശ്രമങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഔട്ട് ഓഫ് ദ ബോക്സ് ഇനി അടുത്ത ആഴ്ച.